ഹായ്. അപ്പം ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഇന്നലത്തെ വീഡിയോയുടെ കണ്ടിന്യൂഷനായിട്ട്. ഇന്നലത്തെ വീഡിയോയുടെ കണ്ടിന്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ചാനൽ തുടങ്ങിയത് ലാൻഡ് ലോഡ് ആൻഡ് ടെനൻറ്റ് ബോർഡിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ലാൻഡ് ലോഡ് ആൻഡ് ടെനൻറ്റ് ലോയെ പറ്റി സംസാരിച്ചുകൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പം ആ ഒരു ടോപ്പിക്കിനെ പറ്റി ഒരു കണ്ടിന്യൂഷൻ പോലെ സംസാരിച്ചും എന്നെപ്പോലെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ എന്നോടൊപ്പം തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്ന ഒരു ചാനലാണ്. ഈ ചാനലിൻ്റെ പർപ്പസ് തന്നെ അതാണ്. ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് എവിക്ഷനെ പറ്റി. എവിക്ഷൻ എന്ന് പറയുന്ന സമയത്ത് അറിയാമായിരിക്കുമല്ലോ, ഇറക്കി വിടുക. ഇപ്പം ലാൻഡ് ലോഡ് വന്നിട്ട് ടെനൻറ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ വീടിൻ്റെ ഉടമസ്ഥൻ വന്നിട്ട് വാടകക്കാരോട് പറയുകയാണ് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടിലെ ഒരു ഇത് വെച്ചാണെങ്കിൽ ഇപ്പം നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന എന്നെപ്പോലുള്ള ഓരോ സ്റ്റുഡൻസും ആണെങ്കിൽ അവർ വിചാരിക്കുന്നത് അവരാണല്ലോ ഉടമസ്ഥർ, അപ്പം ഇറങ്ങിപ്പോയേ പറ്റൂ എന്നുള്ള ഒരു ചിന്താഗതിയായിരിക്കും. അതിൽ ആരെയും കുറ്റം പറയാനില്ല, ആരെയും കുറ്റപ്പെടുത്താനും പറ്റത്തില്ല. കാരണം അവരിലേക്ക് വന്നിരിക്കുന്ന ആ ഒരു രീതിയും ചിന്തയൊക്കെ അങ്ങനെ. എല്ലാവരും അങ്ങനെയാണെന്നല്ല, ഒരു ഒട്ടുമിക്ക പേരും അങ്ങനെയൊക്കെ തന്നെ പുതിയതായിട്ട് ഇവിടെ വന്നിരിക്കുന്ന സ്റ്റുഡൻസ്. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് അങ്ങനെ ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഇറക്കി വിടാം എന്നതിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇറക്കി വിടാതെ ഇരിക്കാം, നോട്ടീസ് പീരീഡ് കൊടുക്കാം, അതിനെയൊക്കെ പറ്റിയുള്ള സംസാരമാണ്. അപ്പം ആദ്യം തന്നെ സംസാരിക്കാനുള്ളത്, ഇറക്കി വിടാൻ പറ്റത്തില്ല ഇല്ലായ്മയൊന്നും ഇവിടെ ഇല്ല. ഇറക്കി വിടാം. കാരണം ലാൻഡ് ലോഡാണല്ലോ, നോട്ടീസ് പീരീഡ് കൊടുത്ത് ഇറക്കി വിടാം. നോട്ടീസ് പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 14 days അല്ലെങ്കിൽ ഒരു 20 days അല്ലെങ്കിൽ 60 days 30 days ഇങ്ങനെയൊക്കെയുള്ള നോട്ടീസ് പീരീഡ് ഉണ്ട്. ഈ നോട്ടീസ് പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എന്തുകൊണ്ട് എവിക്റ്റ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു റീസണെ ബേസ് ചെയ്ത നോട്ടീസ് പീരീഡ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പം വെച്ച് കഴിഞ്ഞാൽ നോൺ പേയ്മെൻറ്റ് ഓഫ് റെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാടക അടയ്ക്കാതിരിക്കുക, റെൻ്റ് അടയ്ക്കാതിരിക്കുക, അല്ലെങ്കിൽ വാടക ഒരുപാട് കുടിശ്ശിക വരിക, ഇതൊക്കെയാണ് നോൺ പേയ്മെൻറ്റ് ഓഫ് റെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും ഒരു വട്ടമൊക്കെ ആണെങ്കിൽ നോൺ പേയ്മെൻറ്റ് ഓഫ് റെൻറ്റിന് ലാൻഡ് ലോഡിന് വന്നിട്ട് ഒരു 14 days നോട്ടീസ് പീരീഡ് കൊടുത്തിട്ട് പറയുക ഇവിടുന്ന് ഇറങ്ങിപ്പോക്കണം എന്ന് പറയാനുള്ള ഒരു റൈറ്റ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വട്ടമൊക്കെ ആണെങ്കിൽ ക്ഷമിക്കാം. പക്ഷേ ഒന്നോ രണ്ടോ കൂടുതലോ തവണയൊക്കെ ആവുകയാണെങ്കിൽ നോട്ടീസ് പീരീഡ് കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 14 days നോട്ടീസ് പീരീഡ് കൊടുത്ത് ഇറങ്ങാൻ പറ്റും. നോട്ടീസ് പീരീഡ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ടെനൻസിന് വേണ്ടിയാണ്. ടെനൻസിനെ വേറൊരു വീട്ടിലേക്ക് പോകാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് ഒരു ടൈം വേണമല്ലോ, വേറൊരു വീട് കണ്ടുപിടിച്ച് അവർക്ക് മാറണം. അതിനു വേണ്ടിയാണ് നോട്ടീസ് പീരീഡ് ഈ ഒരു കനേഡിയൻ ലോയിൽ ഇംപ്ലിമെൻ്റ് ആക്കിയിരിക്കുന്ന സംഭവം. അപ്പം നോൺ പേയ്മെൻറ്റ് ഓഫ് റെൻറ്റിന് 14 days നോട്ടീസ് പീരീഡ്. പിന്നെ ഉള്ളതെന്ന് പറയുമ്പം ലീസ് വയലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലീസ് എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ലീസ് എഗ്രിമെൻറ്റ് എഴുതുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ ലാൻഡ് ലോഡ് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെറ്റ്സ് അലൗഡ് അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടി, പൂച്ച, അങ്ങനത്തെ കാര്യങ്ങൾ ഏത് പെറ്റും ആയിക്കോട്ടെ. ഇപ്പം പാമ്പിനെ വളർത്തുന്നവരുണ്ട്, ചേരയെ വളർത്തുന്നവരുണ്ട്, തവളയെ വളർത്തുന്നവരുണ്ട്, പഴുതാരയെ വളർത്തുന്നവരുണ്ട്, ഏതും ആയിക്കോട്ടെ. പെറ്റ്സ് അലൗഡ് അല്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ട് എഗ്രിമെൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് പെറ്റ്സിനെ വളർത്തി കഴിയുവാണെങ്കിൽ ലാൻഡ് ലോഡിന് എവിക്റ്റ് ചെയ്യാം. അതും നോട്ടീസ് പീരീഡ് കൊടുത്തു കഴിഞ്ഞ് എവിക്റ്റ് ചെയ്യാൻ പറ്റും. ഇത്ര ഡേയ്സ് 20 days നോട്ടീസ് പീരീഡ് കൊടുത്തു കഴിഞ്ഞാൽ ലീസ് വയലേഷന് എവിക്ഷൻ നടക്കാം. അത് പോസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു വയലേഷൻ നടക്കുമല്ലേ, ആ ഒരു കോൺട്രാക്ട് ടെനൻറ്റ് വയലേറ്റ് ചെയ്യുന്ന സമയത്ത് അത് സ്വാഭാവികമായിട്ട് ലാൻഡ് ലോഡിന് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാമേജ് ടു പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വീട് നമുക്ക് തന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഭയങ്കര ഡാമേജ് വരുത്തി, നോർമൽ വെയർ ആൻഡ് ടയർ അല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഒരു 8 പേര് താമസിക്കുന്നത്, ഇപ്പം എന്നെപ്പോലുള്ള സ്റ്റുഡൻസൊക്കെ ആണെങ്കിൽ 8 പേര് അല്ലെങ്കിൽ 6 പേര് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരു മുഴുവൻ വീടെടുത്ത് താമസിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അപ്പാർട്ട്മെൻറ്റ്സ് എടുത്ത് മാറുന്നവരായിരിക്കണം, അല്ലെങ്കിൽ ബേസ്മെൻ്റ് എടുത്ത് മാറുന്നവരായിരിക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും 8 പേരെന്ന് പറയുന്ന സമയത്ത് ഡാമേജ് ടു പ്രോപ്പർട്ടി വന്നു കഴിയുമ്പോഴത്തേന് ഒരു അപ്ലയൻസസിനായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജിനായിക്കോട്ടെ, അതും ഫ്രിഡ്ജിൻ്റെ ശരിക്കുമുള്ള കാലാവധിക്കനുസരിച്ചുള്ളൊരു ഡാമേജ് അല്ല, മനഃപൂർവ്വം നമ്മൾ ഉണ്ടാക്കുന്ന കുറേ ഡാമേജസ് ഉണ്ടല്ലോ. ഈ ഭിത്തിയാൽ ഇടിച്ച് വീഴ്ത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭിത്തി നശിപ്പിക്കുക ഇടിച്ച്. അതൊക്കെ ഇവിടെ നടന്നിട്ടുള്ള സംഭവങ്ങളാണ്. എൻ്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളവർ ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ പല ഇടത്തു നിന്നുള്ള സ്റ്റുഡൻസ് അല്ലേ വന്നിരിക്കുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ
കതക് നശിപ്പിക്കുക, തുറന്നു അടച്ചും കതക് നശിപ്പിക്കുക, ഇതൊക്കെ എന്ന് പറയുന്നത് ഡാമേജാണ്. ഈ ഡാമേജ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതൊക്കെ എവിക്ഷന് റീസൺസാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർഫിയറൻസ് വിത്ത് അതേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രാജ്യം, കാനഡ എന്ന് പറയുന്ന രാജ്യം, ഒരു വ്യക്തിയുടെ പ്രൈവസിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രാജ്യമാണ്. ഇപ്പം എൻ്റെ സ്വകാര്യതയിലേക്ക് വേറൊരു വ്യക്തി കടന്നു കയറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഞാനൊരു കേസ് ഇട്ട് കഴിഞ്ഞാൽ അത് അവർക്കെതിരെ അത് വരും, അവർക്ക് എഗെയിൻസ്റ്റായിട്ട് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തി തന്നെ, അല്ലെങ്കിൽ ഇപ്പം എന്നെ തന്നെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയും, എൻ്റെ കൂടെയുള്ള ഒരു വ്യക്തി, അവളെ ഇപ്പം ഞാൻ ഓവറായിട്ട് അല്ലെങ്കിൽ അവിടെ അനാവശ്യമായിട്ട് അവരുടെ ഓരോ പേഴ്സണൽ കാര്യങ്ങളിലും ഇൻ്റർഫിയർ ചെയ്യുക, അവളുടെ പേഴ്സണൽ ലൈഫിൽ ഇൻ്റർഫിയർ ചെയ്യുക, അങ്ങനെ ഒരു ഇൻ്റർഫിയറൻസ് വന്നു കഴിയുമ്പോഴത്തേന് ഇവക്ക് ലാൻഡ് ലോഡിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അത് എന്നെ എവിക്റ്റ് ചെയ്യാനുള്ള ഒരു റീസണാണ്. എന്നെ എവിക്റ്റ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അനാവശ്യമായിട്ട് ഞാൻ പോയതാണല്ലോ, അപ്പം അവിടെ എവിക്ഷൻ ഉണ്ടാകും. പിന്നെയെന്ന് പറയുമ്പം ലാൻഡ് ലോഡിൻ്റെ പേഴ്സണൽ യൂസ് എന്ന് പറഞ്ഞു കഴിയുമ്പം ലാൻഡ് ലോഡിൻ്റെ ഇപ്പം നമ്മൾ കാണുന്ന ഒട്ടും ലാൻഡ് ലോഡിൻ്റെ ബന്ധുക്കൾ വേറെ എവിടെയെങ്കിലും വരിക, അവർക്ക് താമസിക്കാൻ 2 മാസത്തേക്ക് വീട് വേണം, അല്ലെങ്കിൽ 3 മാസത്തേക്ക് വീട് വേണം, അങ്ങനെയൊക്കെ വന്നു കഴിയുന്ന സമയത്ത് ലാൻഡ് ലോഡിന് നോട്ടീസ് പീരീഡ് തന്നു കഴിഞ്ഞ് നമ്മളെ ഇറക്കാൻ പറ്റും, ടെനൻസിനെ ഇറക്കാൻ പറ്റും. അതും ഒരു നോട്ടീസ് പീരീഡ് തരണം. പെട്ടെന്ന് വന്നിട്ട് പറയുമോ നിങ്ങൾ ഇറങ്ങിപ്പോണം എൻ്റെ ബന്ധുക്കൾ വരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. പക്ഷേ അല്ലാതെ ഇപ്പം അവർക്ക് അവരുടെ പേഴ്സണൽ യൂസിന്, അല്ലെങ്കിൽ അവർക്ക് ഇവിടെ വന്ന് താമസിക്കണം, അവരുടെ ബന്ധുക്കൾക്ക് ഇവിടെ വന്ന് താമസിക്കണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ ലാൻഡ് ലോഡിന് നോട്ടീസ് പീരീഡ് വന്ന് ഇറക്കാൻ പറ്റും. പിന്നെ മേജർ റിപ്പയർസ് ഓർ ഡെമോളിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈപ്പ് തല്ലി പൊട്ടിക്കുക, പിന്നെ തറയിൽ അനാവശ്യമായിട്ടുള്ള മാർക്കുകൾ, മനഃപൂർവ്വം വീഴ്ത്തുന്ന മാർക്കുകൾ, കാർപ്പറ്റ് വലിച്ചൂരി എടുക്കുക, ഇതൊക്കെ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്ന് ഇവിടെ നടക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേന് ലാൻഡ് ലോഡ്സിന് ടെനൻസിനെ ഇറക്കി വിടാനുള്ള കാര്യങ്ങളാണ്, മെയിൻ റീസൺസ് ആയിട്ടുള്ള ഇഷ്യൂസാണ് ഇതൊക്കെ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ നോട്ടീസ് പീരീഡ് കൊടുക്കണം. നോട്ടീസ് പീരീഡ് വേണ്ടാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലീഗൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പം ഡ്രഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡ ശരിയായ ഇത്ര എമൗണ്ടോളം അല്ലെങ്കിൽ ഇത്ര ഗ്രാംസ് ഡ്രഗ്സ് നമുക്ക് കയ്യിൽ കൊണ്ടു നടക്കാം, അല്ലെങ്കിൽ നമുക്ക് കൺസ്യൂം ചെയ്യാം, പക്ഷെ അതിലുപരി ഓവറായിട്ട് നമ്മൾ വീട്ടിൽ ഡ്രഗ്സ് സൂക്ഷിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ ഡ്രഗ്സ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ പിന്നെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ട്രാഫിക്കിംഗ് എന്ന് വെച്ച് കഴിയുമ്പം അറിയാമല്ലോ, ഈ പിള്ളേരെ പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സ്ത്രീകളെ പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പുരുഷന്മാരെ പിടിച്ചുകൊണ്ടോ വീട്ടിലൊക്കെ ആയിട്ട് കെട്ടിപ്പൂട്ടി വെക്കുക, ഇങ്ങനത്തെയൊക്കെ അവസ്ഥ എന്ന് പറയുന്ന സമയത്ത് ഇല്ലീഗൽ ആക്ടിവിറ്റീസാണ്. ഇത് ലാൻഡ് ലോഡ് ആൻഡ് ടെനൻറ്റ് ബോർഡിൽ പോയി കഴിഞ്ഞാൽ ലാൻഡ് ലോഡിന് ടെനൻറ്റ് ബോർഡിൻ്റെ ഓർഡർ മാത്രം മതി, നോട്ടീസ് പീരീഡ് വേണ്ട. നമുക്ക് ആ ഒരു നോട്ടീസ് തരേണ്ട കാര്യമില്ല. കാരണം മറ്റുള്ളവരുടെ ലൈഫിന് നമ്മൾ ത്രട്ടൺ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ നമ്മൾ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുക. അവരുടെ ജീവിതത്തിനെ നമ്മൾ ഇപ്പം അവർക്ക് ഒരു ഇപ്പം എന്ന് പറയുന്നത്, അവർക്കൊരു ജീവനിലൊരു ത്രെറ്റ് സംഭവിക്കുക, അല്ലെങ്കിൽ അവരെ അങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്ന ഒരു സമയത്തൊക്കെ. പിന്നെ ഞാൻ മെയിനായിട്ട് ഇവിടെ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു നാട്ടിൽ നിന്ന് വരുന്നവരാണ്, കേരളം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്നവർ, നമ്മൾ അത്യാവശ്യം ഒരു കമ്മ്യൂണിറ്റി പോലെ ഇവിടെ ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾ വന്ന സമയത്ത് ഇവൻ താമസിക്കുന്ന വീട്ടിൽ ഇവർ 8 പേരായിരുന്നു. 8 പേര് വിത്തൗട്ട് നോട്ടീസ് ഈ ടെനൻറ്റ് വീട്ടിൽ വന്നു. കാരണം ടെനൻറ്റിന് മനസ്സിലായി, ഇവരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേന് പുതിയ പിള്ളേരെ കനേഡിയൻ നിയമത്തെ പറ്റി വലിയ വശമൊന്നുമില്ല, അപ്പം എപ്പോൾ വേണേലും വരാം, എന്ത് വേണേലും പറയാം എന്നുള്ള ചിന്തയായിരുന്നു. അങ്ങനെ വിത്തൗട്ട് നോട്ടീസ് ഇവൻ്റെ വീട്ടിലേക്ക് വരികയും ഇവരുടെ എടുത്തിട്ട് വന്നിട്ട് പറഞ്ഞു, വീട്ടിൽ വൃത്തിയില്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മൂവ് ചെയ്തിട്ട് 1.5-2 മാസം ആയിട്ടേ ഉള്ളൂ. ആ ഒരു സമയമായപ്പോഴത്തേന് ലാൻഡ്ലോഡ് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, അവിടെ വൃത്തിയില്ല, തറ തുടയ്ക്കുന്നില്ല, തറ തൂക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇവരോട് പറഞ്ഞു, ഒരാഴ്ചക്കുള്ളിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണം, അല്ലെങ്കിൽ പോലീസിനെ വിളിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസിനെ വിളിച്ചുകൊണ്ട് വരുമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് ഇവർ സ്വാഭാവികമായിട്ടും പേടിച്ചു. ആരാണേലും പേടിക്കും, കാരണം നിയമം അറിയത്തില്ല. ഇവരുടെ വിചാരം പോലീസ് വന്നു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസാണ്, ഞങ്ങളെ വല്ലതും ചെയ്യും അല്ലെങ്കിൽ അവരെ വല്ലതും ചെയ്യും എന്നുള്ള ഒരു പേടിയായിപ്പോയി പെട്ടെന്ന് ഇവർക്ക്. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴത്തേന് ഇവർ ഒരാഴ്ചക്കുള്ളിൽ വേറെ വീട് കണ്ടുപിടിച്ച് അവർക്ക് മാറേണ്ട അവസ്ഥ വന്നു.
അങ്ങനെ മാറേണ്ട ഒരു കാര്യമില്ലായിരുന്നു. കാരണം ഇവർ 8 പേര് താമസിക്കുന്ന ഒരു വീട്ടിലേക്ക് വിത്തൗട്ട് നോട്ടീസ് ഒരു ലാൻഡ് ലോഡ് കടന്നു വരികയും വൃത്തിയില്ല, അല്ലെങ്കിൽ തുണി താഴെ കിടക്കുന്നു, തൂത്തിട്ടില്ല, തുടച്ചിട്ടില്ല എന്നും പറഞ്ഞ് ഇവരെ ഇറങ്ങി പോകാൻ വേണ്ടി, ഒരാഴ്ചക്കുള്ളിൽ ഇറങ്ങി പോകാൻ വേണ്ടി ഇവരുടെ അടുത്ത് പറയുകയും ചെയ്ത് കഴിഞ്ഞ സമയത്ത് ശരിക്കും ടെനൻസിന് ആ ലാൻഡ് ലോഡിന് അഗെയിൻസ്റ്റായിട്ട് ലീഗലി മൂവ് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ വാർണിംഗ് കൊടുക്കായിരുന്നു, ലാൻഡ് ലോഡിന് അഗെയിൻസ്റ്റ് നോട്ടീസ് അയക്കായിരുന്നു. അത് അവർക്ക് എഗെയിൻസ്റ്റായിട്ട് ഒരു നോട്ടീസും ഇല്ലാതെ വീട്ടിൽ വന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, പക്ഷേ ഇത് നമുക്കൊന്നും അറിയത്തില്ലല്ലോ. അപ്പം ഇങ്ങനത്തെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പോകെ പോകെ ഞാൻ എല്ലാം പറഞ്ഞുതരാം. എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. എന്നോടൊപ്പം തന്നെ നിങ്ങളെ ഞാൻ എഡ്യൂക്കേറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ അറിവില്ലായ്മയെ ആരും ചൂഷണം ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം അറിയാത്തത് കൊണ്ട് ആ ഒരു അറിവില്ലായ്മയാണ് ഇവർ മാക്സിമം നമ്മളെ ചൂഷണം ചെയ്യുന്നത്. നിങ്ങൾ ഒരാളോട് ചോദിക്കുക, അല്ലെങ്കിൽ ആരുടെയും ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുക, ആരുടെയും ഒരു സഹായം ചോദിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പം 90% ആൾക്കാർ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. ആർക്കും ആരെയും ഡിപ്പെൻഡ് ചെയ്യുക എന്നൊരു അവസ്ഥയില്ല. ഒറ്റയ്ക്കൊറ്റയ്ക്ക് പൊരുതി ജയിച്ച് കയറി വരേണ്ടവരാണ് നമ്മളെല്ലാം. അതുകൊണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോവുക. ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നന്നായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾ ആരെയും പേടിക്കേണ്ട. ഇവിടുത്തെ നിയമവും നമ്മളെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണ്. കനേഡിയൻ ലോ എന്ന് പറയുന്നത് നമ്മളെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ഒന്നും പേടിക്കാതെ മുന്നോട്ട് പോവുക. ഇത്രയും നേരം എന്നെ സഹിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു.